മിഡിൽ ഈസ്റ്റ് വീണ്ടും ലോക സമാധാനത്തിന് വലിയ രീതിയിൽ വെല്ലുവിളിയായിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യ, അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങൾ ഇവർ മൂന്നും കടുത്ത നടപടികളിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സക്കാറോവോ റഷ്യക്കാരോടായി പറഞ്ഞത് ഇറാനിലെ സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് റഷ്യൻ പൗരന്മാർ ഇറാനിലേക്ക് യാത്ര ചെയ്യരുതെന്ന് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇതിനിടെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് നടത്തിയ പ്രസ്താവന ഏറെ ചർച്ചയായിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: ഇറാൻ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മണ്ടത്തരം കാണിച്ചാൽ അതിനെതിരെ ശക്തമായി പ്രതികരിക്കാനുള്ള ആവശ്യമായ വിഭവങ്ങൾ മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ ഓരോ സൈനിക കേന്ദ്രങ്ങളിലും തയ്യാർ ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഈ പരാമർശം മിഡിൽ ഈസ്റ്റിലെ ഒരു യുദ്ധത്തിനായി അമേരിക്ക ഇതിനോടകം തന്നെ പൂർണ്ണമായും തയ്യാറായി കഴിഞ്ഞു എന്ന് തന്നെയാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. അതിനിടെ മിഡിൽ ഈസ്റ്റിലേക്കുള്ള യാത്രാ അഭിമാനങ്ങൾ കൂട്ടമായി ക്യാൻസൽ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബ്രിട്ടീഷ് എയർവേസ് അവരുടെ ഈവനിംഗ് ഫ്ലൈറ്റ് ദുബൈയിലേക്കുള്ളത് ക്യാൻസൽ ചെയ്തു കഴിഞ്ഞു. മാത്രമല്ല മിഡിൽ ഈസ്റ്റിലെ മറ്റു സ്ഥലങ്ങളിലേക്കുള്ള സർവീസുകളും ബ്രിട്ടീഷ് എയർവേസ് ഇതിനോടകം തന്നെ മരവിപ്പിച്ചിട്ടുണ്ട്. എയർ ഫ്രാൻസ് ദുബായിലേക്കും ടെൽ അവീവിലേക്കുമുള്ള 2 സർവീസുകൾ ഇതിനോടകം ക്യാൻസൽ ചെയ്തു. അതുപോലെ തന്നെ KLMന്റെ 3 വിമാനങ്ങൾ ഇസ്രായേലിലേക്കും സൗദി അറേബ്യയിലേക്കും UAEയിലേക്കുമുള്ള 3 വിമാനങ്ങൾ ഇതിനോടകം ക്യാൻസൽ ചെയ്തു. മാത്രമല്ല ലുഫ്തൻസ എന്ന ജർമ്മൻ സ്വകാര്യ വിമാന കമ്പനി ടെൽ അവീവിലേക്കും റിയാദിലേക്കുമുള്ള 2 സർവീസുകൾ ഇതിനോടകം തന്നെ ക്യാൻസൽ ചെയ്തു കഴിഞ്ഞു. മറ്റൊന്ന് യുണൈറ്റഡ് എയർവേസ്, എയർ കാനഡ എന്നീ 2 സർവീസുകൾ ഇസ്രായേലിലേക്കുള്ള എല്ലാ സർവീസുകളും ഇതിനോടകം തന്നെ റദ്ദ് ചെയ്തു. മാത്രമല്ല സ്വിസ് എയർലൈൻസിന്റെ എല്ലാ സർവീസുകളും ഇതിനോടകം തന്നെ ഇസ്രായേലിലേക്കുള്ളത് മരവിപ്പിച്ചു കഴിഞ്ഞു. വലിയൊരു സൈനിക നീക്കം മിഡിൽ ഈസ്റ്റിൽ ഏത് സമയത്തും നമുക്ക് പ്രതീക്ഷിക്കാം. ആകാശപാത അപകട മേഖലയായി മാറുന്നു എന്നതിനർത്ഥം അടിയന്തരമായിട്ടുള്ള ഒരു യുദ്ധ സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ്. ഈ സംഘർഷം ഏതെങ്കിലും രീതിയിൽ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ മലയാളികൾ ഉൾപ്പെടെ നിരവധി പ്രവാസികളെ കൂടിയാണ് ഈ സംഘർഷം നേരിട്ടോ അല്ലാതെയോ ബാധിക്കാൻ പോകുന്നത്. മാത്രമല്ല എണ്ണവില കുത്തനെ ഉയരാനും സാധ്യതകൾ കാണുന്നുണ്ട്. അങ്ങനെ ആഗോള വിപണി വലിയ രീതിയിൽ തളരുമെന്ന കാര്യത്തിലും സംശയം വേണ്ട. റഷ്യയുടെ യാത്രാ മുന്നറിയിപ്പ്, അമേരിക്കയുടെ സൈനിക സജ്ജീകരണം, യൂറോപ്യൻ അമേരിക്കൻ ഫ്ലൈറ്റുകളുടെ കൂട്ടത്തോടെയുള്ള റദ്ദ് ചെയ്യൽ, ഇവയെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: മിഡിൽ ഈസ്റ്റ് നിലവിൽ കടന്നു പോകുന്നത് അതീവ അപകടകരമായ ഒരു ഘട്ടത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളും വരും ദിവസങ്ങളും ലോക സമാധാനത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന നിർണായക സമയങ്ങളായിരിക്കാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു.